നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബകാര്യമാണ്. അല്ല, കുടുംബ പാർട്ടിയാണ്. ക്ഷമിക്കണം, രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെ കുറിച്ചാണ്. പുറമേ നോക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടി ഒന്നേ ഉള്ളൂ. പക്ഷെ അകത്ത് കയറി നോക്കിയാൽ അറിയാം, അവിടെ ഓരോ നേതാവും ഓരോ പ്രതിപക്ഷമാണ്. അപ്പോൾ നമ്മുടെ കഥയിലെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത് പാലക്കാടാണ്. യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വരുന്നു. സാധാരണഗതിയിൽ ഒരു പാർട്ടി എന്ത് ചെയ്യും? അന്വേഷിക്കും, നടപടിയെടുക്കും, പാർട്ടിയെ പ്രതിരോധിക്കും. പക്ഷെ ഇത് കോൺഗ്രസ് ആണ്. ഇവിടെ ഒരു പ്രതിസന്ധി വന്നാൽ അതെങ്ങനെ തനിക്ക് അനുകൂലമാക്കാമെന്നാണ് ഇവിടെ ഓരോ നേതാവും ആദ്യം ചിന്തിക്കുന്നത്. പ്രതിസന്ധി മണത്തറിഞ്ഞ നമ്മുടെ സ്വന്തം രമേശ് ചെന്നിത്തലജി ഉടൻ തന്നെ ഹൈക്കമാൻഡിലേക്ക് ഒരു മിസ്ഡ് കോൾ അടിച്ചു. ഹലോ, രാഹുലിനെതിരെ കടുത്ത നടപടി വേണം. രാജിയാണ് ഏറ്റവും നല്ല പ്രതിവിധി. പാർട്ടിയുടെ മുഖം രക്ഷിക്കണ്ടേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും രാഹുലിന്റെ മുഖമായിരുന്നോ അതോ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുഖമായിരുന്നോ എന്ന് ചരിത്രം രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ വെടിക്ക് രണ്ട് പക്ഷി. രാഹുലിന്റെ പേരിൽ സതീശന് ഒരു പണി കൊടുക്കുക, ഏതൊരു മനോഹരമായ ആചാരം. അടുത്തിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നും വിജയം നേടിയപ്പോൾ സതീശനിസമാണ് വിജയകാരണം എന്ന് ചിലർ പറഞ്ഞത് ചെന്നിത്തലജിക്ക് അത്ര പിടിച്ചില്ല. താനും ഉമ്മൻചാണ്ടിയും കൂടി 18 തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിട്ട് ആരും ചെന്നിത്തലിസമെന്നോ കുഞ്ഞൂഞ്ഞിസമെന്നോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോ ഒരു തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും പുതിയ ഇസമൊക്കെ ഇറക്കുന്നത് ശരിയാണോ? അപ്പോ അതിനൊരു മറുപടി വേണ്ടേ? അത് ഈ രൂപത്തിൽ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇതിനിടയിൽ പാർട്ടിക്കുള്ളിലെ കാരണവന്മാർക്ക് വേറെയും പരാതിയുണ്ട്. ഈ ചെറുപ്പക്കാരൊക്കെ ഒരു ഗൗരവവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ റീൽസും കളിച്ച് നടന്നാൽ മതിയോ? ഖദറിടുന്നത് കുറയുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നു, മൊത്തത്തിലൊരു അച്ചടക്കമില്ലായ്മ. പണ്ടൊക്കെ നേതാവാകാൻ ത്യാഗം സഹിക്കണമായിരുന്നു, ജയിലിൽ പോകണം. ഇപ്പൊ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും 4 ട്രെൻഡിങ് പാട്ടും മതിയെന്നായിരിക്കുന്നു അവസ്ഥ. പാവം മുതിർന്ന നേതാക്കൾ ഇതൊക്കെ എവിടെ പോയി പറയാനാണ്? ഇനി കോമഡിയുടെ അടുത്ത രംഗം കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതും അടുത്ത പ്രസിഡന്റ് ആരാകണമെന്ന ചർച്ച തുടങ്ങി. ഒരു കസേര കാലിയാകാൻ കാത്തിരുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ. ഉടൻ തന്നെ നമ്മുടെ സീനിയർ നേതാക്കൾ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളുമായി രംഗത്തിറങ്ങി. KC വേണുഗോപാൽജിക്ക് ഒരാൾ, രമേശ് ചെന്നിത്തലയ്ക്ക് വേറെ ഒരാൾ, സതീശൻ മനസ്സിൽ കണ്ടത് വേറെ ഒരാളാകാം. ചുരുക്കി പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഭാവി തീരുമാനിക്കാൻ യൂത്തിനേക്കാൾ ആവേശം സീനിയേഴ്സിനാണ്. അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്: ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന പയ്യൻ ആ കസേരയിൽ ഇരുന്നാൽ നാളെ എനിക്കൊരാവശ്യം വരുമ്പോൾ അവൻ കൂടെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ജനങ്ങളെ സേവിക്കാനുള്ള ഈ ആവേശം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൽ നിങ്ങളുടെ പ്രധാന ശത്രു എതിർ പാർട്ടിയിലുള്ള ആളല്ല, സ്വന്തം പാർട്ടിയിൽ തൊട്ടപ്പുറത്ത് മുറിയിലിരുന്ന് കരുക്കൾ നീക്കുന്ന സഹപ്രവർത്തകനാണ്. ഓരോ ആരോപണവും, ഓരോ രാജിയും, ഓരോ തിരഞ്ഞെടുപ്പും അവർക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളല്ല, മറിച്ച് സ്വന്തം ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനുള്ള ടാസ്കുകൾ മാത്രമാണ്. ജനകീയ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കും. ആദ്യം കസേര ഉറപ്പിക്കട്ടെ, എന്നിട്ടാവാം ബാക്കിയെല്ലാം. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ആരാണ് ആരെ വെട്ടുന്നത്, പുതിയ ഏത് ഇസമാണ് ഉദയം ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ചിന്തിപ്പിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു ബിഗ് സല്യൂട്ട്. നന്ദി.